നമ്മൾ പി എൻ ജംഗ്ഷൻ്റെ ഫോർമേഷൻ വരെ പറഞ്ഞു. പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. വൺസ് ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻ ടൈപ്പിൽ നിന്നും പി ടൈപ്പിൽ നിന്നും ഫർദർ ഡിഫ്യൂഷൻ, ചാർജ് ക്യാരിയേഴ്സിൻ്റെ ഫർദർ ഡിഫ്യൂഷൻ പിന്നെ നടക്കത്തില്ല. സോ നമ്മൾ അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. നമുക്കിനി പറയാനുള്ളത് ബയാസിംഗ് ആണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫോർവേഡ് ബയാസിംഗ് ആണ്. ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പി എൻ ജംഗ്ഷൻ്റെ പി ടൈപ്പിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവും കണക്ട് ചെയ്യും, എൻ ടൈപ്പിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവും കണക്ട് ചെയ്യും. നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്നത് പോലെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് പി ടൈപ്പും ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് എൻ ടൈപ്പും നമ്മൾ കണക്ട് ചെയ്യും. അതിനെയാണ് ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മുടെ അപ്ലൈ ചെയ്തേക്കുന്ന പൊട്ടൻഷ്യൽ, അതായത് ബാറ്ററി കാരണമുള്ള പൊട്ടൻഷ്യൽ, ഒരു ഇലക്ട്രിക് ഫീൽഡ് സെറ്റ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ബാരിയറിന് എഗൻസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററിയുടെ പോസിറ്റീവ് നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയാൽ, ബാറ്ററിയുടെ പോസിറ്റീവ് പി ടൈപ്പിനകത്തെ ഹോൾസിനെ റിപ്പൽ ചെയ്യും. ആ എൻഡിൽ നിന്നും ഹോൾസിനെ റിപ്പൽ ചെയ്യും. സോ ഹോൾസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഹോൾസ് ആവശ്യത്തിന് എനർജി കിട്ടി സെൻറ്ററിലേക്ക്, ജംഗ്ഷൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. ബാറ്ററിയുടെ നെഗറ്റീവ് ഇലക്ട്രോൺസിനെ എൻ ടൈപ്പിലെ ഇലക്ട്രോൺസിനെയും റിപ്പൽ ചെയ്യും. ഇലക്ട്രോൺസും എങ്ങോട്ട് മൂവ് ചെയ്യും? അവർ ജംഗ്ഷൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ഹോൾസും ഇലക്ട്രോൺസും ജംഗ്ഷൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അത് നമ്മുടെ ഡിപ്ലീഷൻ റീജിയണിന് എഗൻസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് പതുക്കെ കുറഞ്ഞു വരും. ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് ഏറ്റവും എളുപ്പം. ഇപ്പം ബാറ്ററിയുടെ പോസിറ്റീവ് ഹോൾസിനെ റിപ്പൽ ചെയ്യും, ബാറ്ററിയുടെ നെഗറ്റീവ് എന്തിനെ റിപ്പൽ ചെയ്യും? ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യും. സോ പി ടൈപ്പിൽ നിന്ന് ഹോൾസും എൻ ടൈപ്പിൽ നിന്ന് ഇലക്ട്രോൺസും എങ്ങോട്ട് മൂവ് ചെയ്യും? ദേ മൂവ് ടുവേർഡ്സ് ദ ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പം ഡിപ്ലീഷൻ റീജിയണിന് എഗൻസ്റ്റാണ് അവർ മൂവ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ബാരിയറിന് എഗൻസ്റ്റാണ് നമ്മൾ അപ്ലൈഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയും. അങ്ങനെ കുറച്ച് കഴിയുമ്പം ഈ ഡിപ്ലീഷൻ റീജിയൻ എലിമിനേറ്റ് ആവുകയും ചാർജ് ക്യാരിയേഴ്സ് ജംഗ്ഷൻ ക്രോസ് ചെയ്യുകയും ചെയ്യും. സോ നമ്മൾ അപ്ലൈഡ് ഫോർവേഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എഗൻസ്റ്റ് ദ പൊട്ടൻഷ്യൽ ബാരിയർ ഫീൽഡ്. അപ്പോൾ എന്നാ പറ്റും? ഈ പൊട്ടൻഷ്യൽ ബാരിയർ പതുക്കെ വീക്കാവും. അപ്ലൈഡ് പൊട്ടൻഷ്യൽ, ബാറ്ററി പൊട്ടൻഷ്യൽ കൂട്ടുന്നതനുസരിച്ച് നമ്മുടെ ജംഗ്ഷനിലുള്ള പൊട്ടൻഷ്യൽ ബാരിയർ വീക്കായിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പം ഈ ബാരിയർ എലിമിനേറ്റ് ആവും. ജംഗ്ഷനിലുള്ള പൊട്ടൻഷ്യൽ ബാരിയർ എലിമിനേറ്റ് ആവും. ഒരു 0.2 വോൾട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ജംഗ്ഷനിലുള്ള പൊട്ടൻഷ്യൽ ബാരിയർ എലിമിനേറ്റ് ആവും. ഇങ്ങനെ ജംഗ്ഷനിലുള്ള പൊട്ടൻഷ്യൽ ബാരിയർ എലിമിനേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജംഗ്ഷനിലെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ജംഗ്ഷനിലെ റെസിസ്റ്റൻസ് 0യ്ക്ക് അടുത്തായിരിക്കും. അപ്പം എന്ത് പറ്റും? ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് എസ്റ്റാബ്ലിഷ് ആവും. ജംഗ്ഷനിലെ പൊട്ടൻഷ്യൽ ബാരിയർ എലിമിനേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് എസ്റ്റാബ്ലിഷ് ആവും. സോ ഒരു ലാർജ് കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ അപ്ലൈഡ് പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ഒരു കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റും. ഈ സർക്യൂട്ടിനെയാണ് നമ്മൾ ഫോർവേഡ് ബയാസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഫോർവേഡ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പം ഫോർവേഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പം ഒരു പർട്ടിക്കുലർ ഫോർവേഡ് വോൾട്ടേജിൽ എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ ബാരിയർ എലിമിനേറ്റ് ആവും. ഒരു പർട്ടിക്കുലർ ഫോർവേഡ് വോൾട്ടേജിൽ പൊട്ടൻഷ്യൽ ബാരിയർ എലിമിനേറ്റ് ആവും. ഫോർവേഡ് ബയാസിങ്ങിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയുവാണ് ചെയ്യുന്നത്. ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഫോർവേഡ് ബയാസിങ്ങിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇനി കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിസൈഡ് ചെയ്യുന്നത് അപ്ലൈഡ് ഫോർവേഡ് വോൾട്ടേജാണ് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫോർവേഡ് ബയാസിങ്ങിലുള്ള കറണ്ട് ഫ്ലോയുടെ മെക്കാനിസം നോക്കാം. ഫോർവേഡ് ബയാസിങ്ങിലെ കറണ്ട് ഫ്ലോയുടെ മെക്കാനിസം നോക്കുന്നതിന് മുമ്പ് ആദ്യം ഓർക്കേണ്ടത് ബാറ്ററിയുടെ പോസിറ്റീവ് പി ടൈപ്പിലും ബാറ്ററിയുടെ നെഗറ്റീവ് എൻ ടൈപ്പിലുമാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്ന് ഫ്രീ ഇലക്ട്രോൺസ് എൻ ടൈപ്പിലേക്ക് ഫ്ലോ ചെയ്യും. ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്നും ഫ്രീ ഇലക്ട്രോൺസ് എൻ റീജിയനിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ എൻ റീജിയനിലുള്ള ഇലക്ട്രോൺസ് പി എൻ ജംഗ്ഷനിലേക്ക് പതുക്കെ മൂവ് ചെയ്യും. എൻ റീജിയനിലുള്ള ഇലക്ട്രോൺസ് ജംഗ്ഷൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ഈ ഇലക്ട്രോൺസ് എൻ റീജിയനിലേക്ക് വന്നു. എൻ റീജിയനിൽ നിന്ന് ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്യും.
ഈ ഇലക്ട്രോൺസ് പി എൻ ജംഗ്ഷൻ എത്തുമ്പോൾ എന്നാ പറ്റും, ജംഗ്ഷനിൽ ചെന്ന് അവർ ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്യും, എന്നിട്ട് അവർ വാലൻസ് ഇലക്ട്രോൺ ആയിട്ട് മാറും. അപ്പോൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഫ്രീ ഇലക്ട്രോൺസ് എൻ റീജിയണിൽ വരുന്നു. എൻ റീജിയണിൽ വന്നിട്ട് അവർ ജംഗ്ഷൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. ജംഗ്ഷനിൽ ചെന്ന് അവർ ഹോളുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിയുമ്പം, ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ കൂടെ ആയി കഴിയുമ്പോൾ അവർ വാലൻസ് ഇലക്ട്രോണായി. ഇങ്ങനെ ജംഗ്ഷനിൽ ചെന്ന് ഹോളുമായിട്ട് കമ്പൈൻ ചെയ്ത് അവർ വാലൻസ് ഇലക്ട്രോണായി. ഇനി പി റീജിയനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പി റീജിയനകത്ത് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് വരുന്ന ഹോൾസ്, ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് ഹോള് വരും. ആ ഹോള് ജംഗ്ഷൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്ത് ആ ഹോളാണ് അവിടെ റീകമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു റീകോമ്പിനേഷൻ നടക്കും. അതായത് ഇലക്ട്രോൺ വന്ന് ജംഗ്ഷനിൽ വന്ന് ഒരു ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പം ഈ പിയുടെ മറ്റേ എൻഡിൽ എന്താ പറ്റുന്നത്, പിയുടെ മറ്റേ എൻഡിൽ ഒരു കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വാലൻസ് ഇലക്ട്രോൺ എങ്ങോട്ട് പോകും, ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് പോകും. സോ നമ്മൾ പറഞ്ഞാൽ ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്ന് ഫ്രീ ഇലക്ട്രോൺസ് എൻ ടൈപ്പ് റീജിയനിൽ വന്ന് കയറുന്നുണ്ട്. ഈ എൻ ടൈപ്പ് റീജിയനിൽ വരുന്ന ഇലക്ട്രോൺസ് എന്നിനകത്തൂടെ ജംഗ്ഷൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. ജംഗ്ഷനിൽ ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യും. ഒരു റീകോമ്പിനേഷൻ, അതായത് ഒരു ഇലക്ട്രോൺ ഒരു ഹോളുമായിട്ട് റീകോമ്പിനേഷൻ നടക്കുമ്പം പി റീജിയൻ്റെ മറ്റേ എൻഡിൽ ഒരു കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു വാലൻസ് ഇലക്ട്രോൺ ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നത്. നമ്മുടെ ഫോർവേഡ് ബയാസിങ്ങിലെ കറണ്ട് ഫ്ലോ ആണ് നമ്മൾ ഈ ഫിഗറിനകത്ത് കാണിച്ചേക്കുന്നത്. സോ റിവേഴ്സ് ബയാസിങ്ങും അതുപോലെ ഐ വി ക്യാരയും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്